ഓണമായിട്ട് എന്താ മോനെ പരിപാടി? എന്തോന്ന് ഓണം? ഇന്നലെ അമ്മ വന്നിട്ട് ഓണക്കോടി എടുക്കണ കാര്യം പറയുമ്പോഴാണ് ഓണം വന്ന ഞാൻ അറിയണത്. അതൊക്കെ നമ്മളെ കോളേജ് ടൈമിൽ ഓണം എല്ലാത്തിനും മുൻപന്തിയിലായിരുന്നു. നമ്മളെ ഈ ഓണപരിപാടിക്ക് കാശ് പിരിക്കാനൊക്കെ ടീച്ചർമാരെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഞാൻ ഇതിനൊരു ബിസിനസ് ഐഡിയ ആയിട്ടായിരുന്നു കാണുന്നത്. തിരിച്ച് വരുമ്പം ഒരു ഫുള്ളിനും 2 ബിരിയാണിക്കും ബാക്കി പൈസ ഉണ്ടെങ്കിൽ പെട്രോളിനും പൈസ ഒപ്പിച്ചിട്ടൊക്കെ ഞാൻ വരുവോളായിരുന്നു. അതൊക്കെ ഒരു കാലം. ശരിയാണ്. അല്ല, രാവിലെ കുളിച്ചൊരുങ്ങി എങ്ങോട്ട് പോണത്? വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുകയല്ലേ, ക്ലബിലോട്ട് ഇറങ്ങാന്ന് വെച്ച്. അത് നമ്മളെ ക്ലബ്ബാ. ആകെ 5-10 പേരുണ്ട്. അതിൽ പാതിയും പല നാട്ടിൽ, ബാക്കി എല്ലാം ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ഇഴഞ്ഞ് നടപ്പുണ്ടായിരിക്കും. പിന്നെ ആകെ എന്തൊരു നമ്മൾ 2 പേരാ. നമുക്ക് എന്തൊരു മോൻ നോക്കിയിരിക്കാനാ. എടാ പിന്നെ ഓണമായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ? 4 ആളെ കാണിക്കാൻ എന്തെങ്കിലും സ്റ്റോറിയെങ്കിലും ഇടണ്ടേ? നിനക്കിപ്പോ സ്റ്റോറി ഇടണം, അതല്ലേ വഴിയുണ്ട്. നമ്മളെ വേണുമാമന്റെ മോനില്ലേ, പീക്കിരി പയ്യൻ, അവൻ കുറച്ച് പിള്ളേരുമായിട്ട് പുലികളിക്ക് ഇറങ്ങിയിട്ടുണ്ട്. നൈസായിട്ട് കൂടിയ വൈകിട്ടത്തേക്കുള്ള ഒപ്പിക്കാം. നിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയപ്പോഴൊക്കെ നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. പിള്ളേരുടെ അടുത്ത് ഉടുക്കുകൂടെ? അപ്പൊ പിന്നെ ഫ്രീ ഓണത്തല്ലായില്ലേ, നീ വാ.